അപ്പൊ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത, അതായത് ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയ ശുഭാംശു ശുക്ല, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല ഇന്ന് തിരികെ എത്തുകയാണ്. അതിലേക്ക് നോക്കാം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പോയ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ശുക്ല. അതിൽ പറയുന്നത് 18 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച ഇന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4:30-ക്കാണ് അദ്ദേഹം ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് എത്തുന്നത്. 142 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയുടെ ചിറകേറി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. 18 ദിവസത്തെ ഒരു വാസത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ ബഹിരാകാശത്ത് ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു വൈറൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആകാശഗംഗ നാളെ ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മനോരമയിൽ തന്നെ ഒരു വലിയൊരു തലക്കെട്ടുണ്ട്. നമുക്കൊക്കെ വളരെയധികം ഒരു അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് പേർക്ക് ഇതൊരു പ്രോത്സാഹനമാകും. എന്താ പറയാ, നമ്മുടെ ഒരു ആകാശയാത്രയുടെ തന്നെ ഒരു നാഴികക്കല്ലെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് ഇവിടുന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:25-നാണ് ശുഭാംശുവും മറ്റ് യാത്രികരും പേടകവുമായി ബന്ധിക്കപ്പെട്ട ഡ്രാഗൺ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കും. ഇന്ന് വൈകിട്ട് 4:35-ന് നിലയത്തിൽ നിന്നും പേടകം വേർപെടുത്തും. ശേഷം ഭൂമിയിലേക്കുള്ള യാത്ര ഭൂമിയെ ചുറ്റിക്കറങ്ങി പല ഘട്ടങ്ങളായി ഉയരം കുറച്ചു കൊണ്ടുവരുന്ന യാത്ര തുടങ്ങും. അനേകം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര. തിരിച്ചിറങ്ങുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പേടകം 350 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഘട്ടത്തിൽ ടി ഓർബിറ്റ് നടപടികൾ തുടങ്ങുന്നു. പേടകത്തിലുള്ള എഞ്ചിനുകൾ ജ്വലിച്ച് വിപരീത ദിശയിൽ ഊർജ്ജം നൽകുന്നതോടെ വേഗം കുറഞ്ഞു തുടങ്ങും. ശേഷം നാളെയാണ് ഇന്ന് യാത്ര പുറപ്പെട്ട് നാളെയാണ് ഇവിടെ ഭൂമിയിൽ എത്തുക.